ഹലോ ഹായ് റിസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വെറൈറ്റി പൊട്ടാറ്റോ സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളൊക്കെ ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പൊട്ടാറ്റോ ചെറുതായി സ്ലൈസ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോ ഒക്കെ ചെറുതായിട്ടൊരു വേവ് ആകുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് മുട്ടയാണ് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഒരു 4 മുട്ടയാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മുട്ട മിക്സ് ചെയ്ത ഒരു പാത്രത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് പൊട്ടാറ്റോ കൊണ്ട്, അതും അവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് സമൂസ ഷീറ്റാണ്. അപ്പോൾ സമൂസ ഷീറ്റ് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓരോ കഷ്ണം നമ്മൾ മുട്ടയിലേക്ക് മുക്കിയിട്ട് ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട്. ആ പാത്രത്തിൻ്റെ പകുതി മേൽഭാഗത്തും പകുതി പാത്രത്തിലേക്കും ആക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചെടുക്കുക. അങ്ങനെ ഈ പാത്രം മുഴുവൻ ഞാൻ അതുപോലെ വെച്ചെടുത്തതിന് ശേഷം കുറച്ച് ഫില്ലിങ്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫില്ലിങ്സിൽ നിങ്ങൾക്ക് ചിക്കൻ ആഡ് ചെയ്യാം, ബീഫ് ആഡ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ പൊട്ടാറ്റോ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അതിൻ്റെ മേലെ ഞാൻ ഫുള്ളായിട്ട് ഇത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആദ്യം ചെയ്തതുപോലെ സമൂസ ഷീറ്റ് എടുത്തിട്ട് മുട്ടയിലേക്കൊന്ന് മുക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ മേലെ വീണ്ടും അതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും ഫില്ലിങ്സ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ സമൂസ ഷീറ്റ് അതിൻ്റെ മേൽഭാഗത്തേക്ക് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുഴുവനായി സമൂസ ഷീറ്റ് മേൽഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ പാത്രത്തിൻ്റെ വക്ക് ഭാഗത്തുള്ള ആ സമൂസ ഷീറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് മടക്കി വെച്ചെടുക്കാം കേട്ടോ. ഇനി വളരെ പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വെന്തതിന് ശേഷം നമ്മളിത് ഇതുപോലൊരു ഫ്രൈ പാനിൽ അതിൻ്റെ അടിഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.